ശാന്തകുമാരി. സർ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ നിരവധിയുണ്ട്. ഇപ്പോൾ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ചൊക്കെ തന്നെ സ്കൂളുകൾക്കൊക്കെ നിരവധി സ്കൂൾ ബസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഇക്കാര്യത്തിൽ ഒരുക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം വിശദീകരിക്കാമോ സർ? മിനിസ്റ്റർ. സർ, സ്കൂൾ ബസ്സിൻ്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കോവിഡിൻ്റെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡിസംബറിലാണ് ആദ്യം ഫിറ്റ്നസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്കൂൾ ബസ് ഡിസംബറിലും മെയ്യിലും ഫിറ്റ്നസ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. ഇത്തവണ ഈ മെയ് മാസത്തിൽ എല്ലാ ബസ്സുകളും ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് എല്ലാ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്യണം. എല്ലാ ബസ്സുകളിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ക്യാമറ വയ്ക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രൈവറ്റ് ബസ്സുകളിലും KSRTC ബസ്സുകളിലും വയ്ക്കുന്ന പോലെ എല്ലാ സ്കൂൾ ബസ്സുകളിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ, അപകട കാരണം എന്താണ്, കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച് ഡോറിൻ്റെ അവിടെ വരെ ക്യാമറ വയ്ക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചാണോ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നത് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിന് വരുമ്പോൾ മെയ് മാസത്തിൽ ഫിറ്റ്നസ് വരുമ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളിലും 3 ക്യാമറ 4 ക്യാമറ വെച്ചിരിക്കണം. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫിറ്റ്നസ് വളരെ കൃത്യമായി സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിൽ നോക്കും. ജൂൺ 1 മുമ്പ് എല്ലാ സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്തു കൊടുക്കും.